മച്ചു അപ്പൊ പണ്ടൊക്കെ നമ്മ ഈ വീഡിയോ ഒക്കെ കാണുമ്പോഴേക്കുണ്ടല്ലോ സായിപ്പുമാരൊക്കെ ഈ വണ്ടിക്ക് ഇങ്ങനെ വീലടി അടിച്ച് പോണേണ്ട കാണണം. അപ്പൊ നമ്മ വീലടിക്കുമ്പോഴേക്ക് ഇത് മാത്രമേ കാണുള്ളൂ, ഇതും കാണും ഇതും കാണും. അപ്പൊ ഞാൻ പലപ്പോഴും ആലോചിക്കട്ടെ ഇത് ഏത് വണ്ടിയുടെ ഹെഡ് നോക്കി. അപ്പൊ ഞാൻ സിംഗപ്പൂർ വരുമ്പോത്തോട്ടുണ്ടല്ലോ ഈ വണ്ടി എന്ന് പറഞ്ഞ ഒരു പ്രാന്താണ്. അതായത് ആ സമയത്ത് നമുക്കൊരു എടുക്കാൻ ആഗ്രഹിക്കാൻ ഒരു ബൈക്ക് എന്നുള്ള രീതിക്കാണ് ഞാൻ MT1 കണ്ടേച്ചേട്ടാ. അതായത് ഒരു പ്രാക്ടിക്കൽ സൂപ്പർ ബൈക്ക് എനിക്ക് പണ്ടേ അറിയാറുണ്ട്. കാരണം ഈ വണ്ടിയുടെ ഇങ്ങനെ ഒരു തരിച്ചിരിക്കുന്ന ഒരു ഫീൽ ഉണ്ട്. അത് CP3 ഓടിച്ച ആൾക്കാർക്ക് അറിയാട്ടാ. സെയിം കളറാണ്ടാ, ഈ സെയിം കളറാണ്. അത് യമഹേമിലേക്കും ബ്ലൂ ടച്ച് വന്നം, അത് അതിന്റെ ഒരു ക്യാരക്ടറാണ്. അപ്പൊ ഈ പർട്ടിക്കുലർ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അന്ന് തൊട്ടേ നമ്മുടെ മനസ്സിൽ കയറിയ ഒരു ഫീലാണ്. ഇതും 1290 പറഞ്ഞു എന്റെ മനസ്സിൽ, അല്ലെങ്കിൽ 1290 ആയിരുന്നു എന്റെ മനസ്സിൽ. പക്ഷെ ഇടയ്ക്ക് വെച്ച് എപ്പോഴോ 1290 ഡ്രോപ്പായി. അത് അഫോർഡ് ചെയ്യാനോ അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലേക്ക് ഞാൻ ആയില്ല. അപ്പൊ അത് അത്ര ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലേക്ക് ഇല്ലാത്ത വശത്ത് അത്ര ആഗ്രഹിച്ചിട്ട് ഞാൻ കാര്യമില്ല. അപ്പൊ മച്ചു ഈ ഔട്ട് ഓഫ് ദ വേൾഡ് ഹെഡ്ലൈറ്റ് ഉണ്ട്. അതായത് ഈ ഡിസൈൻ എന്ന് പറഞ്ഞ ഒരു നമ്മൾ ഒരിക്കലും അടുത്ത് സുപരിചിതമല്ലാത്ത ഒരു ഡിസൈൻ ഉണ്ട്. ആ ഒരു ഡിസൈനിലാണ് ഞാൻ വീണ് പോയിട്ടാ മച്ചു ഈ വണ്ടിയിൽ. പിന്നെ അതേപോലെ തന്നെ ഈ മീറ്റർ ഉണ്ട്. ഈ മീറ്റർ സാധാരണ വണ്ടി കാണുമ്പോൾ ഹാൻഡിൽ ബാർ നേരെ ഒരു മീറ്ററിലേക്ക്, ഇതൊരു ഓടി ഡിസൈൻ ഉണ്ട്. അതായത് നമ്മുടെ പണ്ടത്തെ ഫസ്റ്റ് ജെൻ 1000 ഡബിൾ ആർക്കില്ലേ അതിന്റെയൊക്കെ ഹെഡ്ലൈറ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരെണ്ണം റൗണ്ട് ഒരെണ്ണം ചരിഞ്ഞ്. അപ്പൊ അതൊരു ഓടി ഡിസൈൻ. അത് ഡിസൈൻ ചെയ്ത ആൾക്കാരുടെ ഒരു ബ്രില്യൻസ് അല്ലെങ്കിൽ അവരുടെ ഒരു കൺസെപ്റ്റിലുള്ള ഒരു ബ്യൂട്ടിയാണ്. അപ്പൊ ഇത് ടെയില് എല്ലാരും പറയും ചപ്പാണെന്നൊക്കെ പറയും, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഈ ടെയില്. അതായത് ഒരു 2 സ്ഥലത്ത് മാത്രം വന്ന ഒരു ടെയിലൊക്കെ ഭയങ്കര രസമുള്ള കാര്യമാണ് കാണാൻ. അപ്പൊ 3 സിലിണ്ടർ വണ്ടി ഓടിച്ച ആൾക്കാർക്ക് അറിയാം 3 സിലിണ്ടർ വണ്ടിയുടെ ഒരു ഫീൽ എന്ന് പറയുന്നത്. പക്ഷെ ഇത് CP3 കൂടിയാണ്. നമുക്കൊരു എൻഗേജിങ് ആയിട്ടുള്ള ഒരു ത്രോട്ടിൽ റെസ്പോൺസ് ഉണ്ടാവും. നമ്മുടെ സൂപ്പർ ബൈക്കൊക്കെ ഇൻലൈൻ ഫോറൊക്കെ ഓടിക്കുമ്പോഴേക്കും പ്ലെയിൻ ഇറങ്ങുന്ന ആ ഒരു സാധനം അങ്ങനെ ഒരു ഗ്രണ്ടുള്ളൊരു എഞ്ചിൻ ഫീൽ ഉണ്ടാവും ഈ വണ്ടിയിൽ നിന്ന് കിട്ടുന്നത്. അപ്പൊ ഇതൊരു 115 HP 87 Nm ടോക്ക് ഒരു 230 അടിക്കാൻ പറ്റിയ ഒരു എവരിഡേ പ്രാക്ടിക്കൽ. അതാണ് എനിക്ക് മനസ്സിലായത്. ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ളത്, എക്കണോമിക്കൽ ആയിട്ടുള്ളത്, ഫ്യൂൽ എഫിഷ്യന്റ് ആയിട്ടുള്ളൊരു കുറച്ച് കുടിക്ക് വന്നാലും നമ്മുടെ പോക്കറ്റിനാണെങ്കിൽ വണ്ടി കണ്ടാൽ പറ്റും. അതാണ് ഞാൻ ഈ വണ്ടിയിലേക്ക് ഞാൻ ആകർഷിക്കപ്പെട്ടത്. പക്ഷേ നമ്മുടെ കാർ പാർക്കിൽ ഇതിന്റെ ഒരു പുതിയ മോഡലും കൊണ്ടിട്ട്, അതായത് നമ്മുടെ MT1 ഒരു 2023-24 മോഡലാണ്. ഒരു മോൺസ്റ്ററസ് ഡിസൈൻ ആണ് കേട്ടോ. നിങ്ങൾ നാട്ടിലുള്ളവർ ഇത് കാണാൻ ചാൻസ് ഇല്ല. അതാണ് ഞാനിത് കാണിച്ചത്. നമ്മുടെ ഇതിന്റെ സെക്കൻഡ് ജനറേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതൊരു മോൺസ്റ്ററസ് ഡിസൈൻ ആണ്. കുറെ വിംഗ്ലൈറ്റ് ഒക്കെ താഴേക്ക് കൊടുത്തിട്ടുണ്ട്, കിട്ടില്ല കാച്ചൊരു ടയറൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതാണ് ഇങ്ങനെ വണ്ടിയുടെ ലുക്ക് കേട്ടോ. അതായത് ഏറ്റവും പുതിയ മോഡൽ MT1 ഇത് കുറച്ച് ഭീകരമുണ്ടാ. നമ്മുടെ വണ്ടി പോലെ അല്ല, പക്ഷേ കുറെ മാറ്റങ്ങളൊക്കെ കൊണ്ടുണ്ട്. ഓൾ ന്യൂ ഡിസൈൻ ആണ്. പക്കാ ക്ലസ്റ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടോ. ഇത് അത്യാവശ്യം പണക്കാരനായിട്ടുള്ള ഒരു ബഡിയുടെ ബൈക്കാണ്. കുറെ ആഡ് ഓൺസ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ പുതിയ മോഡൽ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടാണ് വെച്ചു. വേറൊരു വീഡിയോ ഇട്ട് പിന്നെയും കാണും കേട്ടോ ഇതേപോലത്തെ വണ്ടികളായിട്ട്. അതായത് ഈ കാർ പാർക്ക് എന്നൊക്കെ പറഞ്ഞാൽ പണ്ടൊക്കെ ഞാൻ ഈ കാർ പാർക്കിലൊക്കെ ഇങ്ങനെ നടന്ന് വണ്ടികളുണ്ട്. ഇത് ഓപ്പൺ ടു പബ്ലിക് ആണ്, പാർക്ക് വണ്ടി ഇവിടെ വരാം. അപ്പൊ നമുക്ക് കുറെ വണ്ടികളൊക്കെ ഇതേപോലത്തെ കുറെ സാധനങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ട് ഈ സ്ഥലം കണ്ട പണ്ടത്തെ പിള്ളേരാകുമ്പോഴേക്ക് ഇതൊക്കെ തന്നെ നമ്മുടെ ഹോബി. പക്ഷെ ഇനി മച്ചു വേറെ കാണടാ.